मेरा नया बचपन सुभद्रा कुमारी चौहान। श्रीमती सुभद्रा कुमारी चौहाൻ രാഷ്ട്രീയ വിചാരധാരാവും की കവയത്രി है। ഹിന്ദി സാഹിത്യത്തിലെ രാഷ്ട്രീയ വിചാരധാരയിലെ പ്രസിദ്ധയായ ഒരു കവയത്രിയാണ് ശ്രീമതി സുഭദ്ര കുമാരി ചൗഹാൻ। आप सफल कवियत्री के साथ समर्थ कहानी लेखिका भी थी। ഒരു പ്രസിദ്ധയായ സഫലയായ ഒരു കവയത്രിയുടെ കൂടെ അവർ എന്തും കൂടിയാണ്, ഒരു കഹാനി ലേഖിക, കഥയെഴുത്തുകാരി കൂടിയാണ്। മുകുൾ, ബിഖരെ മോത്തി, ഉന്മാദിനി യേ തീനോ आपकी പ്രസിദ്ധ രചനായേം ഹെ। മുകുൾ, ബിഖരെ മോത്തി, ഉന്മാദിനി തുടങ്ങിയവ അവരുടെ പ്രസിദ്ധമായ രചനകളാണ്। आपके काव्य में देश प्रेम, ईश्वर भक्ति, वात्सल्य आदि भाव मिलते हैं। സുഭദ്ര കുമാരി ചൗഹാൻ്റെ രചനകളിൽ, കാവ്യങ്ങളിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്? ദേശ് പ്രേം, നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹം, ഈശ്വർ ഭക്തി കൂടാതെ വാത്സല്യം, ഈ മൂന്ന് ഭാവങ്ങൾ പ്രധാനമായും കാണപ്പെടുന്നു। പ്രസ്തുത് കവിത में കവിയത്രി अपने बचपन की याद करती है। ഈ കവിതയിലൂടെ, ഏതാണ്, മേരാ നയാ ബച്പൻ എന്ന കവിതയിലൂടെ കവിയത്രി തൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നു। ബച്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം। സാത്ത് ഹി ബച്പൻ കെ ജീവൻ കി സാരി മഹാനതാവും കാ വർണ്ണൻ കർത്തി ഹെ। കൂടെ കുട്ടിക്കാലത്തെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വളരെയധികം ഇഷ്ടത്തോടെ അവരെ വർണ്ണിക്കുന്നു। कवियत्री को बार बार बचपन की मधुर याद आती है, लेकिन वह बचपन जीवन की सारी खुशी अपने साथ ले गया। കവിയത്രി വീണ്ടും വീണ്ടും തൻ്റെ കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകളിൽ വീണുപോകുന്നു. എന്നാൽ ആ കുട്ടിക്കാലം ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും കൂടെ കൊണ്ടുപോയി എന്നാണ് കവിയത്രി പറയുന്നത്। बचपन में मानव दुख के बिना रहता है, സ്വതന്ത്ര രൂപ സെ നിർഭയ ഘൂംതാ ഹെ। കുട്ടിക്കാലത്ത് മനുഷ്യർ എന്തു ചെയ്യുന്നു? ദുഃഖമില്ലാതെ ജീവിക്കുന്നു, സ്വാതന്ത്ര്യത്തോടെ ഭയമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു, ഇഷ്ടത്തോടെ വ്യവഹരിക്കുന്നു। യേ സബ് കഭി ഭുലായ നഹി ജാ സക്ത। ഇതൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്നാണ് കവിയത്രി പറയുന്നത്। ബച്പൻ കെ സമയ കിസി കെ മൻ മേ ഉച്ച നീച് കാ ഭേദഭാവ് നഹി ഹെ। കുട്ടിക്കാലത്ത് ആരുടെ മനസ്സിലും ഉയർന്നവൻ താഴ്ന്നവൻ എന്ന ആ ഒരു ഭേദഭാവം കൂടി ഇല്ലെന്നാണ് കവിയത്രി പറയുന്നത്। വഹ ഛുആഛൂത് ബി നഹി ജാൻത। അവർക്ക് തൊട്ടുകൂടായ്മ പോലും അറിഞ്ഞൂടാ। ബച്പൻ മേ റോന ഔർ മചൽ ജാന ബി ആനന്ദ് ദിഖാനെ വാലി ബാതേം ഹെ। കുട്ടിക്കാലത്ത് കരയുന്നതും വാശി പിടിക്കുന്നതും എന്താണ്? ഒരു തരം സന്തോഷം കാണിക്കുവാനുള്ളൊരു മാർഗമാണ്। कवियत्री अपने बचपन में चौपड़ी और चिदड़ों में भी റാണി बनकर रहती थी। കവിയത്രി തൻ്റെ കുട്ടിക്കാലത്ത് കുടിലാണെങ്കിൽ പോലും റാണിയായി ജീവിച്ചിരുന്നു എന്നാണ് ഓർക്കുന്നത്। കവിയത്രി कहती है कि बचपन में जब वह रोती थी तब दादी ने उसे चांद दिखलाया था। കവിയത്രി ഓർക്കുന്നു, കുട്ടിക്കാലത്ത് അവർ കരയുമ്പോൾ മുത്തശ്ശി എന്തു ചെയ്യുന്നു? ചന്ദ്രനെ കാണിച്ചു കൊടുക്കുന്നു। വഹ് തബ് ഉസ്കാ രോന ആനന്ദമേ പരിണത് ഹോ ഗയാ ഥാ। അപ്പോൾ അവരുടെ കരച്ചിൽ എന്താണ്? സന്തോഷത്തിലേക്ക് വഴിമാറുന്നു। ഉസ്കി മുസ്കാൻ ദേഖക്കർ സബ് സന്തുഷ്ട ഹോ ജാത്തേ ഹേ। അവളുടെ പുഞ്ചിരി കണ്ടിട്ട് എല്ലാവരും സന്തുഷ്ടരാകുന്നു। കവിയത്രി कहती है कि बचपन तू एक बार फिर आ जा और निर्मल शांति दे दे। കവിയത്രി പറയുന്നു, എൻ്റെ കുട്ടിക്കാലമേ, നിങ്ങൾ ഒരിക്കൽ കൂടി തിരിച്ചു വരൂ, എന്നിട്ട് എന്താണ്, എനിക്ക് വളരെ നിഷ്കളങ്കമായ ശാന്തിയും സമാധാനവും തരൂ। വഹ് ശാന്തി സാരി വ്യാകുലത ഔർ വ്യഥ കോ ദൂർ കർനെ വാലാ ഹെ। ആ ശാന്തി അല്ലെങ്കിൽ ആ സമാധാനം എല്ലാ വിഷമങ്ങളെയും എല്ലാ വ്യഥകളെയും മാറ്റി നിർത്തുന്ന ഒരു തരം സമാധാനമാണ് കുട്ടിക്കാലത്ത് നമുക്കുണ്ടാകുന്നത്। ബച്പൻ മേ ഭോലി സരളത രഹത്തി ഹെ ഔർ ജീവൻ പാപരഹിത രഹത്താ ഹെ। കുട്ടിക്കാലത്ത് എന്താണ്? നിഷ്കളങ്കമായി നമ്മൾ ജീവിക്കുന്നു. അത് നമ്മൾ എന്താണ്, ഒരു തരത്തിലുള്ള പാപവും ചെയ്യാതെ പാപരഹിതമായി നിൽക്കുന്ന ഒരു തരം നിഷ്കളങ്കതയാണ് കുട്ടിക്കാലത്ത് എല്ലാവരിലും ഉണ്ടാകുന്നത് എന്നാണ് കവിയത്രി പറയുന്നത്।
കവയിത്രി അപ്നെ ബച്പൻ കോ ബുലാ രഹി ഹെ. കവയിത്രി തൻ്റെ കുട്ടിക്കാലത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. തബ് ഉസ്കി ബേട്ടി കുച്ച് ബോൽ ഉടി. കവയിത്രിക്ക് ചോട്ടി സി ഝോമ്പടി അത്യന്ത് ശോഭിത് ഹോ ഗയി. അപ്പോൾ എന്താണ്, അവളുടെ മകൾ, കവയിത്രിയുടെ മകൾ എന്തോ പറഞ്ഞു. കവയിത്രിക്ക് ചോട്ടി സി ഝോമ്പടി അത്യന്ത് ശോഭിത് ഹോ ഗയി. കവയിത്രിയുടെ ആ ചെറിയ കുടിൽ എന്തു സംഭവിച്ചു, വളരെയധികം ശോഭനമായി. बेटी मादा को बुला रही थी, वह मिट्टी खाकर आई थी. अपनी बेटी को देखकर मादा पुളകിത് हो गई. മകൾ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നു, അവൾ മണ്ണ് തിന്നു കൊണ്ടുവരികയായിരുന്നു. അപ്പനി ബേട്ടിക്കോ ദേഖുകർ, അതായത് തൻ്റെ മകളെ കണ്ടിട്ട് അമ്മ പുളകിതയായി. എന്തിന്? ഇസ് പ്രകാർ കവിയത്രി ने अपनी पुत्री के माध्यम से फिर अपना बचपन याद लिया. ഇപ്രകാരം തൻ്റെ മകളെ കണ്ടിട്ട്, എപ്രകാരം, ഇങ്ങനെ മണ്ണിൽ കളിച്ചുകൊണ്ട് മണ്ണ് തിന്നുകൊണ്ട് വരുന്ന തൻ്റെ മകളെ കണ്ടിട്ട് കവയിത്രി എന്തു ചെയ്തു, ആ മകളുടെ രൂപത്തിൽ തൻ്റെ കുട്ടിക്കാലം കണ്ടു. ഉസ്കി സുന്ദർ മൂർത്തി കോ ദേഖുകർ കവയിത്രി അപ്നെ ബേട്ടി കെ സാത്ത് ഖേൽത്തി ഖാത്തി ഥേ. ഇപ്രകാരം സുന്ദരമായ ആ ഒരു രൂപം കണ്ടിട്ട്, എപ്രകാരം മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, മണ്ണ് തിന്നുകൊണ്ടിരിക്കുന്ന തൻ്റെ മകളെ കണ്ടിട്ട് ആ തൻ്റെ മകളുടെ കൂടെ കവയിത്രി കളിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും തുടങ്ങി. തോത്തലി ബോലി ബോൽത്തി थी. उनके साथ मिलकर കവയിത്രി भी സ്വയം एक बच्ची हो गई थी. തൻ്റെ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം തൻ്റെ മകളിലൂടെ തിരിച്ചെടുത്ത് കവയിത്രി എന്തു ചെയ്യുന്നു, അവളുടെ കൂടെ കളിക്കുകയും സ്വയം ഒരു കുട്ടിയായി മാറുകയും ചെയ്യുന്നു.